പഞ്ചഭൂത ധ്യാനം, 5 എലമെന്റ് മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. ഇറ്റ്സ് വെരി പവർഫുൾ, വെരി യൂസ്ഫുൾ ആൻഡ് വെരി എഫക്റ്റീവ് ആസ് വെൽ. സോ നിങ്ങൾക്ക് കണ്ണടയ്ക്കാം. അഗ്നിയെ സങ്കല്പിക്കാം. ഇമാജിൻ ഫയർ. ദൈവികമായിട്ടുള്ള അഗ്നി നിങ്ങൾക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഇമാജിൻ എ ഡിവൈൻ ഫയർ. അതിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എത്തരം നിരാശ, ആശങ്ക, ആകുലത, വ്യാകുലത, ഭയം, വെപ്രാളം, ഉത്കണ്ഠ ആദി വ്യാധികൾ, എത്തരം നിഷേധത്വങ്ങൾ, ശീലങ്ങൾ, ദുശീലങ്ങൾ എല്ലാം നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ഈ അഗ്നിയിലേക്ക് നിക്ഷേപിക്കുന്നു എന്നൊരു സങ്കല്പം. ഡിവൈൻ ഫയർ. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുത്തുവിടാം. ഇനിയും നിങ്ങളിൽ ജീവിതത്തിൽ കഴിഞ്ഞു പോയ വിഷയങ്ങളെക്കുറിച്ചുള്ള നിരാശ, കുറ്റബോധം, ആശങ്ക, വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള, ജീവിതത്തിൽ ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭയം, എന്തും നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും കഴിഞ്ഞുപോയ എന്ത് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയും ശുദ്ധമായിട്ട് ഒഴുകുന്ന ജലത്തിൽ ഉപേക്ഷിക്കൂ. ദൈവികമായിട്ടുള്ള ജലം ഒഴുകുന്ന പുഴയോ അരുവിയോ വെള്ളച്ചാട്ടമോ നിങ്ങൾക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ സമുദ്രമോ, ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം എടുത്തുവിടുക. ഇനി നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നതായിട്ടുള്ള രോഗഭീതി, രോഗാവസ്ഥകൾ, മാനസിക, ശാരീരിക, വൈകാരിക തലങ്ങളിലെ എത്തരം ആഘാതങ്ങൾ, മാനസിക തലത്തിലും ശാരീരിക നിലയിലും വൈകാരിക തലങ്ങളിലും കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള അത്തരം നിഷേധത്വങ്ങൾ നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് എന്ന് ഊതി വായുവിലേക്ക് ഉപേക്ഷിക്കൂ. വീണ്ടും മൂക്കിലൂടെ ശ്വാസം ഊതി വായുവിലേക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. ലെറ്റ് ഗോ, വിട്ടേക്കും. ഇനി നിങ്ങൾക്ക് ശത്രുദോഷം, ബാധാദോഷം തുടങ്ങിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ, ശൈവനദോഷം, ദുർമന്ത്രവാദം, ജാതകദോഷം, കർമ്മദോഷം, പിതൃദോഷം തുടങ്ങിയവയൊക്കെയും ആകാശത്തേക്ക് പറത്തി വിട്ടേക്കും. നിങ്ങൾ ഒഴുകിപ്പോകുന്ന മേഘം, ആ മേഘത്തിലേക്ക് വിട്ടേക്കും. അതങ്ങ് ഒഴുകിപ്പോയിക്കോളും. മേഘം കൊണ്ടുപോയി അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവിട്ടോളും. വന്ന സ്രോതസ്സിലേക്ക് കൊണ്ടുവിടും. നിങ്ങൾക്കത് വേണ്ട. എന്നിട്ട് വലിയൊരു ശ്വാസം എടുത്തുവിടും. ഇനി നിങ്ങൾ ഭൂമി ജീവിതത്തിലാണ്. ജനിച്ചതേ അബദ്ധമായിപ്പോയി, ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കും എന്നുള്ള നിരാശ, ആശങ്ക, ആകുലത, വ്യാകുലത, ഭയം, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത, ജീവിതം മടുത്തു എന്ന തോന്നൽ, മറ്റൊരു ജീവിതം മതിയായിരുന്നു എന്ന നിരാശ, അസംതൃപ്തി എന്നിവയെല്ലാം ഭൂമി മാതാവിന് കൊടുക്കൂ. ഭൂമിക്ക് നൽകിയാലും. കാരണം നമ്മൾ ഭൂമി എന്ന ഗ്രഹത്തിലാണ്, ശരീരം എന്ന ഈ വാഹനത്തിലാണ്. ഇനി കുറച്ചു കാലത്തേക്ക് കൂടി നമ്മൾ ഈ ഭൂമി എന്ന ഗ്രഹത്തിൽ, ശരീരം എന്ന വാഹനത്തിൽ ഉണ്ടാവും.
അതിനാൽ സമയം, പ്രായം, കാലമൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. നമ്മൾ പഞ്ചഭൂത നിർമ്മിതമാണ്. അഗ്നി, ജലം, വായു, ആകാശം, പൃഥ്വി തിരികെ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നു. ഇത്രയേ ഉള്ളൂ. അവശേഷം ഇപ്പോൾ ഒന്നുമില്ല. നമ്മുടെ ശരീരം വെറും ഭൗതിക വസ്തു, അനുഭവങ്ങൾ ശരീരത്തിലൂടെ, അങ്ങനെ കർമ്മശുദ്ധി ലഭിക്കുന്നു എന്നാണ് ആധ്യാത്മിക വിശ്വാസം. അതുകൊണ്ട് എല്ലാവർക്കും നന്മയും നല്ലതും ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും NP സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരും. നമ്മുടെ മുഖത്തലയിൽ ധാരാളം നമുക്ക് ധ്യാനം ചെയ്യാം, പ്രാണായാമം ചെയ്യാം, കൗൺസിലിംഗ്, സൈക്കോളജി ഒക്കെ നിങ്ങൾക്ക് സേവനം നേടാം. ഉത്കണ്ഠകൾ, ആകുലതകൾ, വ്യാകുലതകൾ, ഭയം ഒക്കെ മാറ്റാം ശാസ്ത്രീയമായിട്ട്, യാതൊരു മരുന്നുമില്ലാതെ. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാവിജയം നേടാം, ഏകാഗ്രത, ഓർമ്മശക്തി ഒക്കെ നേടാം. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ അതിൻ്റെ ഉപയാസങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് റേക്കി ഹീലിംഗ് പഠിക്കാം. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ വരൂ. ഞാൻ കൊല്ലം ആയത്തിൽ മുഖത്തലയിൽ നമുക്ക് സെൻ്ററുണ്ട്. കൊല്ലം ആയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. മുഖത്തലയിൽ നമ്മുടെ സ്വന്തം സെൻ്ററാണ് NP സ്കൂൾ ഓഫ് തോട്ട്സ്. ഇവിടെ സപ്തധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം കൂടിയാണ്. വരിക, ശരിക്കും പ്രയോജനപ്പെടുത്തൂ. വരിക. 9605743596 എന്ന നമ്പർ വിളിക്കുക. വരിക, സേവനം നേടുക, തേടുക, അഭിവൃദ്ധി, ഐശ്വര്യമൊക്കെ അനുഭവത്തിൽ കൊണ്ടുവരിക. സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് വന്ന് പ്രയോജനപ്പെടുത്തൂ. വരിക. വെൽക്കം. ഗോഡ് ബ്ലെസ് യു ഓൾ.